യേശുനാമം അതിശയനാമം, കേൾക്കുന്ന നാമം. യേശുനാമം അതിശയനാമം, കേൾക്കുന്ന നാമം. എല്ലാ നാമത്തെയും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തെയും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടക്കുന്ന തിരുമുമ്പിൽ നല്ല ഭക്തമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന തിരുമുമ്പിൽ നല്ല ഭക്തമുള്ള നാമം. യേശുനാമം അതിശയനാമം, കേൾക്കുന്ന നാമം. യേശുനാമം അതിശയനാമം, കേൾക്കുന്ന നാമം. ദൈവവചനം നമുക്ക് നൽകുന്നതായ വാഗ്ദത്തങ്ങൾ എത്രയോ വിലയേറിയതാണ്. അത് നമ്മെ ഒരുപാട് ധൈര്യപ്പെടുത്തുന്ന, ഒരുപാട് ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മെ താങ്ങി നടത്തുന്ന വചനങ്ങൾ തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ നമ്മോടുള്ള വലിയ ആശ്വാസത്തിൻ്റെ വാക്കുകളുമായിട്ടാണ്. അതിങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. നോക്കുക, കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പലപ്പോഴും നാം വലിയ വിഷമതകൾ വരുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ വല്ലാതെ നാം തളർന്നു പോകാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. നോക്കുക, നിങ്ങൾ പ്രയാസം വരുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകും എന്നുള്ളതായ സ്ഥിതി വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്നത് എന്താണ്? ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. എത്ര ലളിതമായി കർത്താവ് നമ്മോട് പറയുകയാണ്. നിങ്ങളുടെ ഹൃദയ നുറുക്കത്തെ മാറ്റുവാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താണ്? നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അത്യുന്നതനായ ദൈവത്തിൽ വിശ്വസിക്കുക. ആ ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ നാം കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലണം. പുത്രനിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ നമുക്ക് അനുവാദമുണ്ട്. കാരണം പിതാവായ ദൈവത്തെ കാണിച്ചു തന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് ആ പുത്രനിലൂടെ പിതാവിൻ്റെ അരികിലേക്ക് ചെല്ലുവാനും ദൈവകരങ്ങളിൽ ആശ്രയിക്കുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനം ലഭിക്കുന്നു, സന്തോഷം ലഭിക്കുന്നു. ഹൃദയം കലങ്ങിപ്പോകാതെ ദൈവം അവരെ പരിപാലിക്കുന്നു. എത്ര വിലയേറിയതായ ഒരു വാഗ്ദത്തമാണ് ഈ വാക്കുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇതേ അധ്യായത്തിൻ്റെ, അതായത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഇത് കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞതായ കാര്യമാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അനാഥരായി പോവുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അനാഥത്വം എന്ന് പറയുന്നത് ഏറ്റവും സങ്കടകരമാണ്. ആരും ഇല്ലാതെ വരുന്നതായ ഒരു സ്ഥിതി, പ്രത്യേകിച്ച് മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോഴാണല്ലോ കുഞ്ഞുങ്ങൾ അനാഥരാകുന്നത്. കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ചെയ്യേണ്ടുന്നതായ മാതാപിതാക്കളെ അവർക്ക് നഷ്ടപ്പെടുമ്പോഴാണ് അവർ അനാഥരായിത്തീരുന്നത്. അതുകൊണ്ട് അനാഥരായിത്തീരുക എന്ന് പറഞ്ഞാൽ എല്ലാ സംരക്ഷണവും നൽകുന്നതായ സ്ഥാനങ്ങൾ അവസാനിച്ചു എന്നുള്ളതാണ്. സംരക്ഷണമില്ലാതെ പോവുക, അങ്ങനെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഏറ്റവും സങ്കടകരമാണ്. ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ വളരെ പ്രായം ചെന്നവരായിരിക്കാം. ഒരുപക്ഷെ അവർക്ക് ശാരീരികമായി വളരെ ക്ഷീണം അനുഭവിക്കുന്നവരായിരിക്കാം. പ്രായാധിക്യം കൊണ്ട് എഴുന്നേൽക്കുവാനോ നിൽക്കുവാനോ നടക്കുവാനോ ഒന്നും സാധിക്കാത്തവരായിരിക്കാം. എന്നിരുന്നാലും നമ്മുടെ മാതാപിതാക്കൾ ജീവനോടെ ഇരിക്കുമ്പോൾ നമുക്കൊരു വലിയ ആശ്വാസമാണ്.
കാരണം നമ്മൾ അനാഥരല്ല എന്നുള്ളതായ ഒരു വലിയ ചിന്ത നമ്മെ ഭരിക്കുന്നു. അവരെത്ര പ്രായമുള്ളവരായിരുന്നാലും, എത്രമാത്രം ശാരീരിക ക്ഷീണം അനുഭവിക്കുന്നവരായിരുന്നാലും, അവരെക്കൊണ്ട് ഒരുപക്ഷെ ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത നിലയിലാണെങ്കിൽ പോലും അവർ ജീവനോടെ ഇരിക്കുമ്പോൾ നമുക്കൊരു വലിയ ആശ്വാസമാണ്. കാരണം മാതാപിതാക്കൾ ജീവനോടെ ഉണ്ട്, അവർ നമ്മോടൊപ്പമുണ്ട്. ഇതൊരു വലിയ ആശ്വാസമാണ്. നാം അനാഥരല്ല എന്നുള്ളതായ ഒരു വലിയ നിശ്ചയം നമുക്കുണ്ടാകുന്നു. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും മക്കളുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. മക്കളുടെ സുഖസൗകര്യങ്ങൾ അവരെപ്പോഴും അന്വേഷിക്കുന്നു. അവർ പ്രായം ചെന്ന് വളരെ ക്ഷീണിതരാണെങ്കിൽ പോലും അവരുടെ മക്കളുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് അന്വേഷിക്കുന്ന സ്വഭാവമാണ് മാതാപിതാക്കൾക്കുള്ളത്. ഞാൻ എൻ്റെ പിതാവിനെ സംബന്ധിച്ച് ഓർമ്മിക്കുകയായിരുന്നു. അദ്ദേഹം വളരെ ശാരീരികമായ ക്ഷീണം അനുഭവിച്ച സമയത്ത് പോലും എൻ്റെ കാര്യങ്ങൾ എപ്പോഴും തിരക്കുമായിരുന്നു. ഞങ്ങൾ മക്കളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുമായിരുന്നു, തന്നാൽ ആവത് ചെയ്യുമായിരുന്നു. മാതാപിതാക്കൾ എപ്പോഴും മക്കളെ സംബന്ധിച്ച് ചിന്തയുള്ളവരാണ്. അതാണ് മക്കൾക്കുള്ള വലിയൊരു ആശ്വാസവും ബലവും. ഒരു പക്ഷെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിവില്ലാത്തവരാണെങ്കിൽ പോലും അവരുടെ അന്വേഷണം മാത്രം മതി നമുക്ക് വലിയൊരു ധൈര്യവും ഒരു ഉറപ്പും ഒരു ബലവും ഒക്കെ ലഭിക്കുന്നതിന് ധാരാളം മതി. കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. എത്ര വിലയേറിയതായ ഒരു വാഗ്ദത്തമാണിത്! ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന ധൈര്യവും ബലവും മുൻപോട്ട് ജീവിക്കുവാനുള്ള ആ വലിയ ശക്തിയും ഒക്കെ വാസ്തവത്തിൽ എത്രയോ വിലയേറിയതാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, നമുക്ക് സഹായത്തിനായിട്ട് ആരുമില്ലല്ലോ, നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ആരുമില്ലല്ലോ എന്നൊക്കെ ഒരുപക്ഷെ നാം വിചാരിക്കാറുണ്ട്. ക്ഷീണിതരാകുമ്പോഴോ ഏകരായിരിക്കുമ്പോഴോ ഒക്കെ നാം അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കർത്താവ് നമ്മോട് പറയുകയാണ്, കുഞ്ഞെ, നീ വിഷമിക്കേണ്ട, നീ അനാഥനല്ല കേട്ടോ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, നിന്നെ അനാഥനായി ഞാൻ വിടുകയില്ല. ഞാൻ നിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നു. പെറ്റ തള്ളയേക്കാൾ നമ്മെ ഉറ്റു സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് ആ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മെ അനാഥരായി വിടാത്ത ആ കർത്താവിൻ്റെ കരങ്ങൾ എല്ലാ സമയത്തും നമ്മുടെ കൂടെയുണ്ട്. അതെത്ര വലിയൊരു ആശ്വാസമാണ്. ഏതൊരാവശ്യത്തിനും അവിടുന്ന് മതിയായവനാണ്. അവിടുത്തെ കരം നമ്മുടെ അടുത്തുണ്ട്, നമ്മെ പിടിച്ചിരിക്കുന്നു, വലങ്കൈക്ക് നമ്മെ പിടിച്ചിരിക്കുന്നു. എത്ര വിലയേറിയതായ ഒരു ധൈര്യമാണ് വാസ്തവത്തിൽ ഈ വാഗ്ദത്തം നമുക്ക് നൽകുന്നത്. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, ഈ വചനം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 121-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ആദ്യം വിഷമിച്ചുകൊണ്ടാണ് പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്കൊക്കെ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നാണ് വരിക? ഞാൻ പർവ്വതങ്ങളിലേക്കൊക്കെ നോക്കുകയാണ്, ഉന്നതമായ സ്ഥാനങ്ങളിലേക്കൊക്കെ ഞാൻ നോക്കുന്നു, എനിക്ക് സഹായം ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് ഞാൻ ചുറ്റും നോക്കുന്നു. പക്ഷേ താൻ അടുത്ത നിമിഷം പറയുന്നത്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. നോക്കുക, കർത്താവിങ്കിൽ നിന്ന് ലഭിക്കുന്നതായ സഹായം എത്രയോ വിലയേറിയ സഹായമാണ്. മനുഷ്യകരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സഹായം പോലെ അല്ല കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായ സഹായം. കാരണം ഇത് മനുഷ്യ സഹായമല്ല, ദൈവികമായ സഹായമാണ്. മനുഷ്യ സഹായം പോലെ അല്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നുള്ളതായ സഹായം. മനുഷ്യ സഹായങ്ങൾക്ക് ഒരുപാട് പരിധികളും പരിമിതികളുമുണ്ട്. എന്നാൽ ദൈവസഹായം അങ്ങനെയല്ല. നമ്മെ അനാഥരായി വിടാത്ത കർത്താവിൻ്റെ കരങ്ങൾ നമ്മെ ബലമായി പിടിച്ചിരിക്കുന്നത് കൊണ്ട് സ്വർഗീയമായ സഹായം നമുക്ക് ലഭിക്കുന്നു. അതാണ് ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ നാം അനാഥരല്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എന്നെ അനാഥയായി വിടാത്ത കർത്താവിൻ്റെ കരം എപ്പോഴും എന്നെ പിടിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പേറിയ വിശ്വാസം നമുക്ക് ലഭിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരുപക്ഷെ നാം ഇന്ന് ഭവനത്തിൽ തന്നെ ആയിരിക്കാം, ഒരുപക്ഷെ നാം യാത്ര ചെയ്യുന്ന ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടായിരിക്കാം, ഒരുപക്ഷെങ്കിൽ നാം ജോലി സ്ഥലത്തായിരിക്കാം, ഒരുപക്ഷെ രോഗിയായി കിടക്കുകയായിരിക്കാം. എവിടെ ആയിരുന്നാലും എങ്ങനെ ആയിരുന്നാലും
ഏത് സാഹചര്യത്തിലായിരുന്നാലും നാം ചിന്തിക്കേണ്ടുന്ന കാര്യം എന്താണ്? ഞാൻ തനിയെയല്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എന്നെ അനാഥയായി വിടാൻ അവിടുന്ന് സമ്മതിക്കുന്നില്ല. അവിടുന്ന് എല്ലായ്പ്പോഴും എൻ്റെ അരികിലുണ്ട് എന്നുള്ള വലിയ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തുവാൻ ഇന്നത്തെ ദിവസം ഇടയാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. അഖിലാണ്ടത്തെ നിർമ്മിച്ച അത്യുന്നതനായ അവിടുന്ന് ഞങ്ങളുടെ അരികിലുള്ളത് ഞങ്ങൾക്ക് നൽകുന്ന ആശ്വാസം എത്രയോ വലിയതാണ് കർത്താവേ. അതിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. പലപ്പോഴും ഞങ്ങൾ തനിയെ ഉള്ളല്ലോ എന്ന് വിചാരിച്ച് ഭാരപ്പെടുമ്പോൾ അവിടുന്ന് ഞങ്ങളെ അനാഥരായി വിടാതെ ഞങ്ങളുടെ അരികിലേക്ക് വന്ന് ഞങ്ങളുടെ കരം പിടിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് ആരെങ്കിലും കർത്താവേ തനിയെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ച് ഭാരപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവരുടെ കരങ്ങളിൽ പിടിച്ച് അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ എല്ലായ്പ്പോഴും ചെയ്തിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ യാചിക്കുന്നതിന് മുൻപേ തന്നെ ഞങ്ങളുടെ അരികിലേക്ക് വരുന്ന, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്നവൻ അവിടുന്ന് ആകയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഇന്ന് പകൽ ജീവിക്കുവാൻ ആവശ്യമായ ധൈര്യം നൽകി ബലപ്പെടുത്തി അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഒരു പുതിയ സംവത്സരം ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായി നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.